അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് രശ്മി എലിസബത്ത് ജോസഫ് എന്നാണ്. എൻ്റെ ഇടവക കേളമംഗലം, സെൻറ്റ് മേരീസ് കേളമംഗലമാണ്. എൻ്റെ കുഞ്ഞിനെ കിട്ടിയ കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 2018 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു തൈറോയിഡിൻ്റെ ഒരു സർജറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിനായിരുന്നു. അന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. ഇതിന് 2ാമത്തെ പ്രാവശ്യമാണ് മാതാവ് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം തന്നത്. ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ കൃത്യമായിട്ട് പോവുകയും പ്രേക്ഷിതവേല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു കാര്യം നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഈ സാക്ഷ്യം പറയാൻ വന്നപ്പോഴത്തേക്കും അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് ഈ ഉടമ്പടി കൊണ്ട് തന്നെയാണോ എന്നുള്ളതിന് എന്താണ് ഉറപ്പെന്ന്? കാരണം 3 മിസ്കാരേജ് കഴിഞ്ഞിട്ടാണ് 4ാമത്തെ കുഞ്ഞാണ് എനിക്ക്. ഈ 3 മിസ്കാരേജും ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. അതുപോലെ ഞാൻ 4 പ്രാവശ്യം OET എഴുതി ഫെയിലായി. ആ 4 OETയും എഴുതിയത് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ഫെയിലിയറും ഈ മിസ്കാരേജും ഒക്കെ എനിക്ക് മാതാവ് തന്നത് എന്നെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ടും എനിക്ക് ആരെങ്കിലും എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഞാൻ 2 എണ്ണം അല്ല 10 എണ്ണം തിരിച്ചു പറഞ്ഞാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ 3 മിസ്കാരേജ് കഴിഞ്ഞിരുന്നിട്ട് സമയത്ത് 4ാമത് ഞാൻ ക്യാരിയിങ് ആണോ എന്നറിയില്ല. എൻ്റെ ഹസ്ബൻഡ് കപ്പലിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം തിരിച്ചു പോയി വീട്ടിൽ. അപ്പോൾ എൻ്റെ മദറിൽ എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത 2 കാര്യം രശ്മി എക്സാം പാസ്സാവാത്തതും കുഞ്ഞുണ്ടാവാത്തതാണെന്ന് പറഞ്ഞു. എൻ്റെ പഴയ സ്വഭാവത്തിലാണെങ്കിൽ ഞാൻ തിരിച്ച് 2 എണ്ണം പറയേണ്ട ഞാൻ പറഞ്ഞു, ശരിയാണമ്മേ, എനിക്കാകുന്നില്ല, എന്താണെന്നറിയത്തില്ല. കുറച്ച് അഹങ്കാരമൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലോർത്തു, ശരിയാണ്, അഹങ്കാരം ഉണ്ടല്ലോ, അത് കുറയ്ക്കണം എന്ന് ഞാൻ മനസ്സിലോർത്തു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ. പല കാര്യങ്ങളും നമുക്ക് പറയാൻ തോന്നും, പക്ഷേ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫെയിലായി. പറയാതിരിക്കുമ്പോഴാണ് മാതാവ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം ആ സമയത്താണ് തോന്നിയത്. ഞാൻ തിരിച്ചൊന്നും മിണ്ടാനായിട്ട് എൻ്റെ മാതാവ് അനുവദിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഞാൻ BTAC എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തു. അത് നെഗറ്റീവായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ക്യാരിങ് ആകത്തില്ല എന്ന് വിചാരിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ തോന്നിയപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു. UPT പോസിറ്റീവായിട്ട് വന്നു. അങ്ങനെ ഞാൻ ക്യാരിങ് ആണെന്ന് മനസ്സിലായി. ആ ദിവസം തൊട്ട് ഡെലിവറി വരുന്നത് വരെ ഞാൻ ചായയിൽ വരെ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാനൊരു 7ാമത്തെ 8ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന കൂടി. മുന്നിലേക്ക് ഞാൻ വളഞ്ഞു പോയി. എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. എന്നെ 3 or 4 പേര് പിടിച്ചാൽ മാത്രമേ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് വളഞ്ഞുകൂടി പോയി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ്, എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അമ്മ ഒരു കുഞ്ഞിന് തന്നിട്ട് എനിക്ക് അതിനെ എടുത്തുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമ്മ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടന്ന് എല്ലാ ദിവസവും ഞാൻ 3 മണിക്ക് എഴുന്നേറ്റാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. അമ്മ എന്നെ 2:30 ആയപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു തന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണ്, ഇതാണ് ആ കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് അമ്മയുടെ കൈ കാണാം, പക്ഷേ അമ്മയുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ പോയി ആദ്യം കുമ്പസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പക്ഷേ ആരോടും അധികം പേരോടൊന്നും പറഞ്ഞില്ല. അന്ന് 3 മണിക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുന്നേറ്റ് ഞാൻ എൻ്റെ സ്വന്തം കാലം എഴുന്നേറ്റ് നിന്നിട്ടാണ് ഞാൻ ചൊല്ലിയത്. ഞാൻ തന്നെ ബാത്റൂമിൽ പോയി. അതുവരെ തലേദിവസം വരെ അമ്മയാണ് എന്നെ പിടിച്ച്, രാത്രിയിലും ഒക്കെ അമ്മയാണ് എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അന്ന് എൻ്റെ നടുവ് വരികയാണ് ഉണ്ടായത്. ആ സമയം അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പറയുന്നത് മുല്ലപ്പൂവിൻ്റെ ഗന്ധം ഉണ്ടാവുന്നതാണ്. പക്ഷേ എനിക്കുണ്ടായൊരു മണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ വിളക്ക് കത്തിക്കാനായിട്ട് ഉടമ്പടി പുതുക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാൻ വന്ന് നിൽക്കുമല്ലോ, ആ വിളക്കിൻ്റെ അടുത്തുള്ളൊരു പരിമളം, അതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ശരിക്കും എനിക്ക് കൃപാസനത്തിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ആ സമയത്തുണ്ടായത്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഈ കുഞ്ഞിനെ ഞാൻ ക്യാരിയിങ് ആണെന്ന് അറിഞ്ഞു. ആദ്യത്തെ സ്കാനിങ് ചെയ്യാൻ പോവാണ്. സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ
ഞാൻ അഡ്മിറ്റായിട്ടാണ് സ്കാൻ ചെയ്യാൻ പോയത്. ആ സ്കാനിങ്ങിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്തും ഇതുപോലൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി. നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായി. ആദ്യം ഞാൻ വിചാരിച്ചത് അവിടെ ആരെങ്കിലും മുല്ലപ്പൂ വെച്ച് വന്നവരുടെ മണമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനപ്പോൾ എൻ്റെ മദറിലോ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, അമ്മയും വല്ല മുല്ലപ്പൂവിന് വല്ല മണം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പം ഞാൻ കൺഫേം ചെയ്തു, ഇത് മാതാവ് വന്നിട്ടുണ്ട്, ഈ കുഞ്ഞിനെ എനിക്ക് അമ്മ തരും എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. സ്കാനിങ്ങിന് പോയി ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തൃശ്ശൂരാണ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു അമ്മയെ കാണിച്ചിട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം രാത്രി 10 മണിയോളമായി. പുറത്തെ ഗേറ്റ് മാത്രം അടച്ചിരുന്നില്ല. ഞാനപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറി. അകത്ത് ഞാൻ കാല് ചവിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഞാൻ ആ അമ്മയുടെ അവിടെയുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ എത്തും വരെയും മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ നിറഞ്ഞു നിന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നവരെയും മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു. അപ്പം ഞാൻ കൂടെയുള്ളവരോടൊക്കെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുല്ലപ്പൂവിൻ്റെ മണം നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഒരു വലിയ സാക്ഷ്യം. എനിക്കിത് എത്ര പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നിസ്സാരമായിട്ട് ചുരുക്കി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത്. പക്ഷേ എനിക്ക് എത്ര പറഞ്ഞാലും ഈ ഒരു അത്ഭുതം തീരത്തില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 4 പ്രാവശ്യം OET എഴുതിയെന്ന്. ഓരോ പ്രാവശ്യം OET എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേയും ഞാൻ അമ്മയുടെ അടുത്ത് വരും. ഞാൻ അമ്മയെ കണ്ട് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി, 2ാമത്തെ പ്രാവശ്യം എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരുക്കമായിട്ട് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഞാൻ ഏകദേശം നടുഭാഗത്തായിട്ട് ഞാൻ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി ഇവിടുന്ന് സാക്ഷ്യം പറയാണ്. അവരും അവരുടെ മകനും കൂടി ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർക്ക് ട്രെയിനിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഏത് ട്രെയിനാണ് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു സ്ത്രീ അവരെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അവർ ട്രെയിനിൽ കയറിയ ശേഷമാണ് മകൻ ചോദിക്കുന്നത്, അമ്മ ഇത് മാതാവായിരുന്നു എന്ന് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് ശരിക്കും എൻ്റെ നെഞ്ചിലിങ്ങനെ തറയ്ക്കുന്ന പോലൊരു ചോദ്യം പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ച്, ഈ ഉള്ള ആൾക്കാർക്കെല്ലാം അമ്മ വരുന്നുണ്ട്, സഞ്ചാരി മാതാവാന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്നെ കാണാൻ ഒരു വട്ടം പോലും വന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് ഒരു മനസ്സിലെ ഒരു സ്വരം വരെയാണ്, നിന്നെ കാണാനല്ല ഞാൻ ആദ്യം വന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ 2005 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു 10 നന്മറിഞ്ഞ് ചൊല്ലിയിട്ട് കിടക്കും. ജപമാല എന്ന് ചൊല്ലാനുള്ള ഒരറിവൊന്നും എനിക്കില്ല ആ പ്രായത്തിൽ. 10 നന്മറിഞ്ഞ് എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കർട്ടൻ അനങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു വെള്ള തുണിയിൽ ഒരുമാതിരി ആ വെള്ള ഡ്രസ്സ്, ഫെയ്ഡായിട്ടൊരു വെള്ള ഡ്രസ്സ് അതിട്ടിട്ട് മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഞാൻ തല ഉയർത്തി ഇങ്ങനെ നോക്കി. അപ്പോൾ അമ്മയാണെന്ന് മനസ്സിലായി. തലയിൽ ഒരു കിരീടം ഉണ്ടായിരുന്നു. ആ കിരീടത്തിന് വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല, ഫെയ്ഡായിട്ടുള്ളൊരു കളറായിരുന്നു. അത് ഊരി താഴേക്ക് വെക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ എൻ്റെ പപ്പായുടെ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി ഞാനിങ്ങനെ മാതാവിനെ കണ്ടു, മാതാവ് വന്നു കിരീടം ഊരി വെക്കുന്നതായിട്ടാണ് കണ്ടത്, അതെന്താ അങ്ങനെ കണ്ടതെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് ആ പ്രായത്തിലൊന്നും മനസ്സിലാക്കാനുള്ളതില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു, നീ 10ാം ക്ലാസ്സിലല്ലേ, അത് മാതാവ് ജയിപ്പിച്ചു തരും, അല്ലെങ്കിൽ മാതാവ് കിരീടം വെക്കില്ല എന്നാണ് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു ഇതിൽ ഞാനത് ഓർത്തു ശരിയായിരിക്കുമെന്ന്. അപ്പം ഞാൻ അമ്മയോട് വിട്ടിരുന്ന് ചോദിച്ചു, അമ്മ ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു കിരീടം അമ്മ ഊരി വെക്കുന്ന കണ്ടല്ലോ, ആ കിരീടം ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ, അതെവിടെയെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് നോക്ക്, ആ ഇരിക്കുന്നത് കിരീടം അല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അത് കിരീടമാണെന്ന് ഞാൻ അന്ന് വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുപോലൊരു കിരീടമാണ് ഞാൻ കണ്ടത്. പക്ഷെ ഗോൾഡൻ കളറൊന്നുമല്ല, ഫെയ്ഡായിട്ടുള്ള ഒരു ഒട്ടും കളറില്ലാത്ത ഒരു കിരീടമാണ് ഞാൻ ഊരി വെക്കുന്ന കണ്ടത്. ശരിക്കും എനിക്ക് അന്നേരം അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നോ കരയണമെന്നോ എനിക്കൊന്നും അറിയില്ല. ഞാൻ അന്ന് കണ്ടത് വെറും ഒരു സ്വപ്നമോ ഒന്നുമല്ല എന്നെനിക്ക് അന്ന് ആ മാതാവ് എനിക്ക് ബോധ്യം തന്നു. അമ്മ എന്നെ കൂടെ ഉണ്ടെന്നും ഇത്രയും കാലം അമ്മ എൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളതിനും ഒരു തെളിവായിട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞാൽ 2018 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനിങ്ങനെ സർജറിക്ക് വേണ്ടി എടുത്തു. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അമ്മ നടത്തി തന്നു. എൻ്റെ സ്വരം പോകുന്നുള്ള പ്രശ്നത്തിനാണ് ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് ഒന്നും മാതാവ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഴുതേനെ ഉടമ്പടിയിൽ ഉഴപ്പാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ പപ്പായുടെ പേര് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പപ്പ ആ സമയത്ത് മരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു.
ഞാൻ ഉടമ്പടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ആ സമയത്ത് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അമ്മ അത് ഒറ്റ തീർപ്പിന് അതങ്ങ് തീർത്ത് തന്നു. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും കയ്യിലെടുക്കാനുണ്ടായിരുന്നില്ല. പപ്പ മരിച്ചു. എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അന്നേരം അത്രയും രൂപയൊന്നും ഒരുമിച്ച് അടയ്ക്കാനുള്ള തുകയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയാണ് അമ്മ അത് ക്രമീകരിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുവാണ്. അതമ്മ ഒറ്റ തീർപ്പിൽ തീർത്ത് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു ധ്യാനപ്രസംഗമാണ് മനസ്സിലേക്ക് വന്നത്. നിങ്ങളുടെ വീട്ടിൽ പലരും മരിച്ചു പോയേക്കാം, പക്ഷെ നിങ്ങളുടെ ഉടമ്പടിയിൽ അത് ഉഴപ്പരുതെന്നുള്ളത്. അന്ന് തൊട്ട് ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥന കൃത്യമായിട്ട് ചൊല്ലാൻ തുടങ്ങി. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ, എനിക്ക് അപ്പോഴും അഫെയർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ തന്നെ വാങ്ങിച്ചത്. ഞാൻ അഫെയർ ഉണ്ട്. പല കാര്യങ്ങൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നു. ബൈബിൾ വായിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റിവെക്കാനായിട്ട് ഞാൻ അന്നേരം തയ്യാറല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോവിഡിൻ്റെ സമയമായി. കോവിഡിന് തൊട്ട് മുമ്പ് എൻ്റെ വിവാഹം നടന്നത്. ആ വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉണ്ടായ ഒരു അനുഭവസാക്ഷി കൂടി പറയുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി, ഒരു ചേച്ചിക്ക് 3-4 വർഷമായിട്ട് അവർ കല്യാണം കഴിഞ്ഞിട്ട്, 2ാമത്തെ വിവാഹമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പം ഒരു ദിവസം ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ കൃപാസനത്തെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ആരെങ്കിലും പോകാറുണ്ടോ, എനിക്കതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം ഞാൻ പെട്ടെന്ന് ചേച്ചി ഞാൻ പോകുന്നുണ്ട്, ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് കാര്യം അറിയാമായിരുന്നു ചേച്ചി കുഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ചേച്ചിയോട് എടുത്ത് ചോദിക്കാനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു, നാളെ ചേച്ചിക്ക് എന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ചേച്ചിയുടെ വയറ്റിൽ പുരട്ടിത്തരാം എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ. ചേച്ചിക്ക് കുഞ്ഞുണ്ടോയെന്നോ ഇല്ലയെന്നോ ഒന്നും ചോദിക്കാൻ പോയില്ല. പിറ്റേ ദിവസം ഞാൻ വന്ന് ചേച്ചിയുടെ വയറ്റിൽ കുരിശ് വരച്ചു. കൃപാസനത്തിൽ തൈലം കൊണ്ടുവന്ന് കുരിശ് വരച്ചു. ഞാൻ എന്നിട്ട് മാതാവിനോട് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഞാൻ വെച്ചു, സെപ്റ്റംബർ 16. ആ ദിവസത്തിന് മുമ്പ് ചേച്ചിക്ക് ഗർഭിണിയാണെന്ന് ഞാൻ അറിയണമെന്ന്. ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അതുവരെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഓർത്തു, ചേച്ചീനെ കണ്ടില്ലല്ലോ, ഇതിനെപ്പറ്റി അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പം തന്നെ ചേച്ചി എന്നെ കണക്ട് ചെയ്ത് കോൾ ചെയ്യുകയാണ് ഹോസ്പിറ്റലിലേക്ക്, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തൊരു കാര്യമാണ്. അന്നോട്ട് എനിക്കൊരു ബോധ്യമുണ്ടായി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന്. അന്നോട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എനിക്കൊരു ദോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അവരോട് ചെന്ന് പറയും, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ, ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ആ ഒരു സ്വഭാവം എന്നെ മാറ്റി തന്നത് മാതാവ് തന്നെയാണ്. ഞാനൊരു ചേച്ചിക്ക് വേണ്ടി ഇതുപോലെ ഞാൻ മിസ്കാരേജ് ആയിരുന്ന സമയത്ത്, ആ ഒരു പെയിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഭയങ്കരമായ പെയിനാണല്ലോ. ആ സമയത്ത് ഞാൻ ഓരോ ഗർഭിണികളാകാത്ത മക്കളില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ ചേച്ചിയോട് ഞാൻ ചെന്ന് പറഞ്ഞു, ആ ചേച്ചി ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ ചെന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ കൃപാസനത്തിൽ ചേച്ചിയുടെ പേര് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. 1 മാസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് മിസ്കാരേജ് ആയി. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചെന്ന് ചേച്ചിയുടെ വയറ്റിൽ തൊട്ടിട്ടാണ്, ഞാൻ ചേച്ചിയോട് കാണാൻ ചെന്നതുകൊണ്ടാണ് അത് മിസ്കാരേജ് സംഭവിച്ചെന്ന് കേട്ടു. അതിനുശേഷം ഞാൻ ഒരു മനുഷ്യരെ ഞാൻ ഫ്രണ്ടിലേക്ക് ചെല്ലുകയില്ല. ഞാൻ ഒരാളെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഗർഭിണികളെ ആരെയും കണ്ടാൽ ഞാൻ കാണില്ല. പലരും എന്നെ കുട്ടികളെ കൊണ്ട് പള്ളിയിൽ വരുന്നവരൊന്നും എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ മാറിക്കളയായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട്. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഈ ഒരു സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം എന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ തൊട്ടാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, ഗർഭിണികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ ഞാൻ ആരോടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറയത്തില്ല. അങ്ങനെ ഒരു മാതാവ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളൊരു വരവാണെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി. അത് മനസ്സിലിരുന്നാൽ മതി. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിന് ഫലം ലഭിച്ചു. അതിന് നമുക്ക് മാതാവിനോട് നന്ദി പറയാം. അവരെ കൊണ്ട് നന്ദി പറയിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട എന്നുള്ളൊരു ബോധ്യം മാതാവ് എനിക്ക് തന്നു. പിന്നെ ഞാൻ ഈ വെളുപ്പിന് 3 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചേച്ചിയുടെ ചേച്ചിയും ഹസ്ബൻഡും തമ്മിലൊരു ഭയങ്കര ഒരു വാക്ക് തർക്കം ഉണ്ടായി. ഭയങ്കരമായൊരു വഴക്കിലേക്ക് അത് മാറി. അത് എന്താകും എൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് പറയാനറിയില്ല. വീട്ടിലൊരു ഭയങ്കര പ്രശ്നമായിട്ട് അത് തീർന്നു. ഞാൻ ആ സമയത്ത് അതുവരെ ഞാൻ ചൊല്ലിയിരുന്നത് 5:30 ഞാൻ 5 മണിക്ക് ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റോണ്ടിരുന്ന ഞാനാണ്. 5:30 ഞാൻ ചൊല്ലും, ഒരു കണക്കിന് ചൊല്ലി തീർക്കും എന്നുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ സമയം അങ്ങ് മാറ്റി. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റു. 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥനയും അതിൻ്റെ കൂടെ തന്നെ ഒരു ജപമാലയും കൈവിരിച്ച് പിടിച്ച് ചൊല്ലിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇപ്പം നേരം വെളുത്തിട്ടില്ല, സൂര്യൻ ഉദിച്ചിട്ടില്ല,
ഈ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ വീട്ടിൽ വന്നിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അമ്മയോട്. അന്ന് കൊണ്ട് തന്നെ അമ്മ ആ ഒരു പ്രശ്നം അങ്ങ് തീർപ്പ് കൽപ്പിച്ച് തന്നു. പിന്നെ എൻ്റെ സമയം എന്ന് പറയുന്നത് 3 മണിക്കാണ്. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ UK പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടത്തിയിട്ടൊന്നും ശരിയാവുന്നില്ല. ആ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി നിയോഗം വെച്ച് 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും പുള്ളിയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി, വിസ വരെ റെഡിയായി കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 3:30ക്കാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു അനുഭവം ഉണ്ടായല്ലോ എനിക്ക് പ്രഗ്നൻസി സമയത്ത്. അത് ഏകദേശം 2:30 മണിക്കാണ്, വെളുപ്പിന് 2:30 മണിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അച്ഛൻ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാനിതെല്ലാം കണക്ട് ചെയ്ത് തന്നെ മനസ്സിലേക്ക് വന്നത്. അതായത് ഇവിടെ മാതാവ് ഡിസംബർ 4-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഉച്ചയ്ക്ക് 2:30ക്കാണെങ്കിൽ എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടത് വെളുപ്പിന് 2:30ക്കാണ്. അതുപോലെ തന്നെ മാതാവ് എനിക്ക് ഈ അച്ഛൻ ചോദിച്ചല്ലേ ഉടമ്പടി കൊണ്ട് തന്നെയാണോ നിനക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന്, അതിന് വേറൊരു പ്രൂഫ് എനിക്ക് മനസ്സിലിപ്പോൾ മാതാവ് തന്നതാണ്. ഞാനൊരു ഫെബ്രുവരിയിലാണ്, 2018 ഫെബ്രുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് ഞാൻ ഈ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയത് ഫെബ്രുവരി 19-ാം തീയതിയാണ് എൻ്റെ LMB ഡേറ്റ് എന്ന് പറയുന്നത്. അത് അമ്മ ഈ ഒരു ഉടമ്പടിയിലൂടെ തന്നെയാണ് എനിക്ക് തന്നതെന്നുള്ളൊരു പൂർത്തീകരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയും തിരുക്കുമാരൻ തന്ന ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ തന്നെ എൻ്റെ ചേച്ചിയുടെ മൂത്ത കുട്ടിക്ക് ചെവിയിൽ വെള്ളം കെട്ടിയിട്ട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു. ആ സർജറി അമ്മ തന്നെ അത് വേണ്ടാന്ന് വെപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ 2 ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. ആ 2 ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് തന്നെ അത് ഇൻഫെക്ഷൻ അത് നീക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഈ വെളുപ്പിന് 3 മണിക്ക് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ സർജറി കൂടാതെ കൊച്ചുകുട്ടിയാണ്, അവൾക്ക് 5 വയസ്സേ ഉള്ളൂ, കത്തി വെക്കാൻ ഇടവരുത്തല്ലേ അമ്മ എന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അത് വേണ്ടാന്ന് പൂർണ്ണമായിട്ടും അത് അമ്മ മാറ്റിത്തന്നു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ഇളയ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അവൾ ആകപ്പാടെ 1 വയസ്സേ ഉള്ളൂ. പക്ഷേ 1 വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്നതിനെക്കാട്ടി ഭയങ്കരമായ വികൃതിയാണ് അവൾ കാണിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കാര്യം ഞാൻ പേര് വെച്ച് തന്നെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഇത് ഒരു 3 മാസം മുമ്പുള്ള, ഞാൻ ജനുവരിയിലാണ് ലാസ്റ്റ് വന്നത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി. അന്ന് വെച്ചതാണ് ഈ 2 കാര്യങ്ങളും. അത് 2ഉം അമ്മ നടത്തി തന്നു. അവളെയും മാതാവ് ഒരുക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 പേരുടെയും സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരികയാണ്. മൂത്ത കുട്ടിയെന്ന് പറഞ്ഞാൽ അവൾ കുരിശ് വരയ്ക്കാൻ വിളിച്ചാലെന്ന് അവളങ്ങനെ വരില്ലായിരുന്നു. ഇപ്പം അവളാണ് ആദ്യമേ ഒരു 7 മണി ആകണ്ട, ഒരു 6:45 ആകുമ്പോഴേ പറയും, അപ്പോൾ നമുക്ക് കുരിശ് വരയ്ക്കാം. അവൾക്ക് ഭയങ്കര ഉത്സാഹമാണ്. അവളുടെ പേര് ഞാൻ ആ ഉടമ്പടി വെച്ചതിന് ശേഷമാണ് ഈ ഒരു വലിയൊരു മാറ്റം കണ്ടത്. അമ്മയ്ക്കും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇനിയും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ സാക്ഷ്യത്തോടു കൂടി ഇത് തീരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സാക്ഷ്യം പറയാനായിട്ട് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ ഇനിയും എൻ്റെ കൈ പിടിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ലഭിച്ചത് തൊട്ടുള്ള സാക്ഷ്യമാണ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴേക്കും അതൊക്കെ ഉടമ്പടിയുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളത് അത് എപ്പോഴും നമ്മൾ എല്ലാവരോടും ചോദിക്കാറുള്ളത്. കാരണം പരിശുദ്ധ അമ്മ തന്നെ ഇതിന് വ്യക്തമായിട്ടൊരു എന്താ പറയുക, ഒരു ഹോൾ മാർക്കെന്നോ അല്ലെങ്കിൽ ഒരു വാട്ടർ മാർക്കെന്നോ പറയണത് പോലെ ഈ നിയോഗങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു വ്യക്തിമുദ്ര പരിശുദ്ധ അമ്മ ഒരുമാതിരിപ്പെട്ട എല്ലാ സാക്ഷ്യത്തിലും ഉറപ്പിക്കും. അതിൽ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറെ പ്രത്യേകിച്ച് നേരത്തെ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചുവെന്ന് ഈ മകൾ പറയുന്നുണ്ട്. രണ്ടാമത്തത് ഒരു സുഗന്ധാഭിഷേകം അതിവിടെ വന്നപ്പോൾ അനുഭവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടമ്പടിയും ഈ കുഞ്ഞിനെ ലഭിച്ചതുമായിട്ടുള്ള 1 വർഷത്തെ സമയത്തിൻ്റെ കാര്യവും ചേർത്ത് വെച്ച് ക്ഷമിക്കണം, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് എൻ്റെ കുഞ്ഞിനിട്ട പേര് ഇമ എന്നാണ്. ഈശോ മറിയത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ എടുത്തിട്ടാണ് ഇമ എന്നിട്ടത്. അത് ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇതുപോലെ വന്നിരുന്ന് വിഷമിച്ചിരുന്ന സമയത്ത് ഒരു ചേച്ചി സാക്ഷ്യം പറയുന്ന കേട്ടാണ് അവരുടെ കുട്ടിക്കൊരു അസുഖം ഉണ്ടായിട്ട് അത് മാറിയപ്പോഴത്തേക്കും അവരുടെ ശരിക്കും ആ കൊച്ചിന് വേറൊരു പേരുണ്ടായിരുന്നു. അവർ മാറ്റിയിട്ട് ഈശോയുടെ മറിയത്തിൻ്റെ പേരത്തിൻ്റെ ആദ്യ ലെറ്റർ വെച്ചിട്ട് ഇമ എന്ന് പേരിട്ടു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിരുന്നു, എനിക്കൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഇമ എന്ന് പേരിടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മ തനിക്ക് ജനിക്കുവാൻ പോകുന്ന ഒരു പെൺകുഞ്ഞാണെന്ന് പോലും നേരത്തെ ഒരു ദർശനത്തിൽ കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു പക്ഷേ വിശ്വാസത്തിൽ ഈ ഒരു ലൈനിൽ ചിന്തിക്കാത്ത ഒരാൾ കേൾക്കുമ്പോൾ ഇത് ഹബക്കൂക്കിന് 1:5 പറയുന്ന പോലെ ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തക്ക വിധമുള്ള അനുഭവങ്ങൾ
അനുദിനം ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി. ഇത് മാതാവിൻ്റെ ഫസ്റ്റ് ഇതൊന്നുമല്ല. എല്ലാ സാക്ഷ്യങ്ങളിലും ഇതുപോലെ മാതാവ് തെളിഞ്ഞും അല്ലെങ്കിൽ തെളിയാതെയും ഒക്കെ തൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ആ വ്യക്തി, കാരണം ഉടമ്പടിയിലെ ഒരു വ്യക്തിയെ നിലനിർത്തേണ്ടത് എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് ഉത്തരവാദിത്തമാണെന്ന് ചോദിച്ചാൽ അതിനാണ് പിന്നീട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉത്തരമാകുന്നത്. കാരണം ഒരുപാടിടങ്ങളിൽ പോകുന്നതും ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, അപ്പോൾ ചിലയിടങ്ങളിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും പറഞ്ഞു. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 3 പ്രാവശ്യം എഴുതിയിട്ടും പരീക്ഷ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനുഷിക യുക്തിയിൽ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് എന്ന് തക്കവിധമാണ് മാതാവ് ഇത്രയേറെ അനുഭവങ്ങൾ ചേർത്ത് വെച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മളാണ് പറഞ്ഞ് ചുരുക്കി വളരെ ഇതാക്കി പറയിപ്പിക്കുന്നത്. കാരണം അത്രത്തോളം മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നിങ്ങളെടുക്കുന്ന ഒരു ഉടമ്പടി അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരും അതിൻ്റെ ഭാഗഭാക്കുകളായിട്ട് മാറുന്ന വലിയൊരു ദൈവിക പദ്ധതിയാണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞ മകൻ ഈ സാക്ഷ്യത്തിലും എല്ലാവരും റെഫർ ചെയ്ത് സംസാരിക്കുന്നത് ഉടമ്പടി ആരാധനയാണ്. ആരാധനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ക്രമപ്പെടുത്തി, അച്ഛൻ പറഞ്ഞതിന് ശേഷം ഞാനിത് അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഇവിടെ ഒരു വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു ധ്യാനമായിട്ട് അകപ്പാട് നമുക്കുള്ളത് ഈ ഒരു ഉടമ്പടി ആരാധന മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യുന്ന അതൊരിക്കലും മിസ്സാവരുതെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുന്ന 2 വഴിയിൽ നിന്നാണ്. ഒന്ന് ഉടമ്പടി ആരാധന, മേജർ സോഴ്സ്. രണ്ടാമത്തത് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യങ്ങൾ. ഇപ്പോൾ ഈ സാക്ഷ്യത്തിലും മറ്റു പലരുടെ സാക്ഷ്യങ്ങൾ റെഫറൻസ് ഉണ്ട്. അന്ന് ഞാൻ കേട്ട സാക്ഷ്യം, നേരത്തെ പറഞ്ഞ മകൻ പറഞ്ഞപ്പോഴും സാക്ഷ്യം പറയുമ്പോഴും ഞാൻ കണ്ട ട്രോളുകൾ ഉൾപ്പെടെ, പിന്നെ ഇവിടെ വന്ന് കേട്ട സാക്ഷ്യം. അപ്പോൾ ഇതിങ്ങനെ 2 കാര്യവും ഉടമ്പടി എടുത്തിരിക്കുന്നവർ, വിശ്വസ്തയോടെ പാലിക്കാൻ താല്പര്യമുള്ളവർ കാണുവാനായിട്ട് നമ്മൾ സ്ഥിരം പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ടൊരു ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ സാക്ഷികൾ തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. കാരണം എല്ലാവരും ഒരു സ്രോതസ്സിൽ നിന്നാണല്ലോ ഈ ഒരു കൃപ നേടിയെടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യത്തെ പ്രതിയും ലഭിച്ച കുഞ്ഞിനെ പ്രതിയും അതിനേക്കാളും അപ്പുറം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് അനു. ഞാൻ കോതമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് റോബിൻ, കുഞ്ഞ് ആൻഡ്രിയ. ഈ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 വർഷമായി. 12 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് കഴിഞ്ഞ 2023 മാർച്ച് മാസം 25-ാം തീയതിയാണ്. എനിക്ക് 12 പ്രാവശ്യം അബോർഷൻ ഉണ്ടായതും 3 മാസം അല്ലെങ്കിൽ 2.5 മാസം ആകുമ്പോൾ ബ്ലീഡിങ് ആയിട്ടാണ് എനിക്ക് അബോർഷൻ ആയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ കുറേ പേരുടെ 10 വർഷം 18 വർഷമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുണ്ടായ കുറേ പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. അതിനുശേഷം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി, യൂട്യൂബ് വഴി ഉടമ്പടി ധ്യാനം കൂടി. അപ്പോൾ എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അതിൽ നിന്ന് മനസ്സിലാവാനിടയായി. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി മാസത്തിലാണ്. ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്കൊരു തെളിവ് തരണമെന്നും 2024 വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്നും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ 2022 ഡിസംബറിൽ പ്രഗ്നൻ്റായി. അത് കൃത്യമായിട്ട് 2023 ഫെബ്രുവരി മാസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് എനിക്കത് അബോർഷനായി DNC ചെയ്തു. അതിനുശേഷം ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. മാർച്ച് 25-ാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസത്തിൽ എനിക്ക് കുഞ്ഞ് പ്രഗ്നൻ്റായി. അതിനുശേഷം എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ 10ാമത്തെ ആഴ്ച ആയപ്പോൾ അതും ബ്ലീഡിങ് ആയപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. കൃപാസന മാതാവേ, ക്രൂശിതനായ ഈശോയുടെ രക്തത്താൽ എൻ്റെ കുഞ്ഞിനെ കാത്തോണെ അനുഗ്രഹിക്കണമേ എന്നും. അതിൻ്റെ ഫലമായിട്ട് ആ ബ്ലീഡിങ് ക്ലോട്ടായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്നത് 3 മാസം കൊണ്ട് അത് വലിഞ്ഞു പോയി. എനിക്ക് 3 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം യാതൊരു കുഴപ്പമില്ലാതെ കഴിഞ്ഞ ജനുവരി മാസം എനിക്ക് കുഞ്ഞിനെ ലഭിച്ചു. അതുപോലെ ഈ കുഞ്ഞിന് എനിക്ക് ഗൾഫിലോട്ട് തിരിച്ചു പോയതിൻ്റെ ഫലമായിട്ട് എനിക്ക് അനോമലി സ്കാൻ ചെയ്യണമായിരുന്നു. അപ്പോൾ കുഞ്ഞ് എന്ത് ചെയ്താൽ തിരിഞ്ഞു കിടക്കുന്നില്ല, ഡോക്ടർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞ് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ കുഞ്ഞ് തിരിയുകയും ഡോക്ടർ പറഞ്ഞു ഇയാളുടെ സ്കാൻ കഴിഞ്ഞു, കുട്ടി നോർമലാണെന്ന്. അതിനുശേഷം ഞങ്ങൾ ഗൾഫിൽ തിരിച്ചു പോയി. എനിക്ക് 32 ആഴ്ചയായപ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് വരണം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ പോരുക. അന്നേരം
അവിടുത്തെ ഞങ്ങളുടെ വണ്ടി വിൽക്കണം. എന്ത് ചെയ്താൽ വണ്ടി വിൽക്കാൻ പറ്റത്തില്ല. 32 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി തിരിച്ചു വരണം. ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്താൽ വണ്ടി വിൽക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കാം. അങ്ങനെ ഹസ്ബൻഡ് 7 ദിവസം കൃപാസനത്തിൽ ഉപ്പ് കാറിൻ്റെ ഡോറിലിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. കൃത്യം 7-ാം ദിവസം, അതായത് എനിക്ക് 32 ആഴ്ച ആവുന്നതിന് തലേ ദിവസം വണ്ടി കച്ചവടമായി. അന്ന് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിന് നാട്ടിലെത്തി. അല്ലെങ്കിൽ 32 ആഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഫ്ലൈറ്റിൽ കയറാൻ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ 32 ആഴ്ചയായപ്പോൾ നാട്ടിലെത്തി. ജനുവരിയിൽ ഞാൻ ഡെലിവറിയായി. എനിക്ക് കുഞ്ഞിന് 12 വർഷം കൂടി, അതായത് 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുമ്പോൾ ബൈബിൾ വായിച്ചിരുന്നു. അത് മുടങ്ങാതെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയായി ഞാനും എൻ്റെ അമ്മയും കൂടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. പകുതി പത്രം നാട്ടിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ബെഡ് റെസ്റ്റായി. പിന്നെ ബാക്കിയുള്ള പത്രങ്ങൾ ഞാൻ കുവൈറ്റിലുള്ള വീട്ടിൽ കയറി ഇറങ്ങി ഓരോ വീടുകളിലും കൊടുത്തിരുന്നു. ഇത്രയും നന്മകൾ നന്ന മാതാവിനും തിരുക്കുമാരനും 1000 ഒരു കോടി നന്ദി പറയുന്നു. ഈ ഒരു സാക്ഷ്യം ഈ കുടുംബം നമ്മുടെ മുൻപിൽ വന്ന് പറയുന്നതേറെ പ്രത്യേകിച്ച് അവരുടെ കയ്യിലൂടെ ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ്. 12 വർഷമായിട്ട് ഒരു കുഞ്ഞില്ലാത്ത ഒരു ബുദ്ധിമുട്ടിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളത്. അതിന് കാരണമായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ വഴി ആരംഭിക്കുന്നത് ഒരുപാട് സാക്ഷ്യങ്ങൾ, ഈ ദിവസങ്ങളിൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് പോലെ യൂട്യൂബിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു ഇത് കണ്ട് സാക്ഷ്യം കേട്ട് പിന്നീട് ഉടമ്പടി ആരാധന കൂടി, പിന്നീട് അവിടുന്ന് ലീവ് എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മ നൽകിയ ഒരു സമ്മാനവുമായിട്ടാണ് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷമാകുമ്പോഴേക്കും തന്നെ നമുക്കറിയാം, നമ്മൾ മാനുഷികമായിട്ടുള്ള എല്ലാ സാധ്യതകളും തന്നെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ടാവും ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പിൻ്റേതായതുകൊണ്ട് തന്നെ. അതിനുശേഷം ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് ഈ നിയോഗത്തെ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുകയും അമ്മ ഈ ഉടമ്പടി ഏറ്റെടുത്തു എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള ചോദ്യത്തിന് സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും. ഒന്നാമത്തേത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ വിവാഹ ആനിവേഴ്സറിയുടെ അന്ന് അത് ഒരു പരിശുദ്ധ അമ്മ ഇടപെടണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഒരു വലിയൊരു കൃപയുണ്ട്. മൂന്നാമത്തേത് പറയുന്നത് 32 ആഴ്ചകൾക്ക് ശേഷം പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പ് അവരുടെ ഒരു വേറൊരു ആവശ്യം അതും പറയുന്നുണ്ട്. അവിടെ നിന്നെല്ലാം ഡിസ്പാച്ച് ചെയ്ത് പോരുന്ന സമയത്ത് ഒരു വാഹനം അവിടെ വിറ്റ് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും ഇപ്പോൾ ജീവിത പങ്കാളിയുടെ സാക്ഷ്യം ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുക്കുന്ന ഒരു സാക്ഷ്യം പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഈ പറയുന്ന വ്യക്തികളും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് ആൾത്താരെ നിൽക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ മുന്നിൽ കൂടുതൽ പ്രീതികരമായിട്ട് തീരുന്നത്. അപ്പം അന്ന് അത് വിറ്റുപോകാനിട വന്നത് 7-ാം ദിവസം ദിവസക്കണക്കുൾപ്പെടെയാണ് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാവ് ഒരു ടൈം മദറാണ്. മാതാവിന് സമയത്തിന് മേൽ അധികാരമുണ്ട് എന്ന് ഓരോ സാക്ഷ്യത്തിലും നിങ്ങൾ പ്രാർത്ഥിച്ച് പരിശോധിക്കുമ്പോൾ മാതാവ് അത് തെളിച്ചും അല്ലെങ്കിൽ പരക്കെയും ഒക്കെ പറയുന്നുണ്ട്. അത് പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ സാക്ഷ്യത്തിലും അത് പ്രകടമാണ്. അതുപോലെ തന്നെ മാതാവ് ഇടപെട്ടു എന്നുള്ളൊരു ബോധ്യത്തിൽ ഇന്നവരിവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇനിയും ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വേറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇനിയും അനുഭവിക്കുവാനായിട്ട് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം ഇനിയും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും ഇവിടെ സാക്ഷ്യത്തെ പ്രതിയും ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ പേര് ബിനോയ്. എൻ്റെ അമ്മ, വൈഫ്, എൻ്റെ സിസ്റ്റർ പെങ്ങൾ, 3 മക്കൾ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കനകമലയിൽ നിന്നാണ്. 2019 മൂന്നാം മാസം മാർച്ച് മാസമാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാനിവിടെ വരുവാനുള്ള സാഹചര്യം 2018 നവംബർ മാസം ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ വന്നു. ജോലി നഷ്ടപ്പെടാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്ക് വിയറ്റ്നാമിലേക്കൊരു ജോലി, വലിയൊരു ജോലി ഓഫർ ചെയ്തു, വലിയൊരു സാലറിയിൽ. ഞാൻ നാട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായി ഞാൻ പറ്റിക്കപ്പെട്ടു. എനിക്ക് വേറെ സാമ്പത്തിക സ്രോതസ്സൊന്നുമില്ല. ഒരു 9 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും ഉള്ളൂ, വേറെ വരുമാന മാർഗമില്ല. അപ്പോൾ ആ ജോലി ഞാൻ കാരണം തന്നെ റിസൈൻ ചെയ്തു. പുതിയൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ആ ജോലി കിട്ടിയില്ല. അപ്പോൾ വളരെ സങ്കടപ്പെട്ടു. നവംബർ മാസം കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു.
ജനുവരി ഫെബ്രുവരി കഴിഞ്ഞു, ജോലിയൊന്നുമില്ല, ബാങ്ക് ബാലൻസ് തീർന്നു. ആ സമയത്താണ് അമ്മച്ചിയുടെ ഒരു അനിയൻ വഴി ഇങ്ങനെ കൃപാസനം നമുക്ക് പോകാം, ഇവിടെ വന്നു. ഞാൻ പ്രാർത്ഥനയിലും കുർബാനയിലൊക്കെ പങ്കെടുത്തു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം എനിക്കൊരു ജോലി, അതായിരുന്നു ഏറ്റവും വലിയത്. ഒരു ജോലി വേണമായിരുന്നു, അതായിരുന്നു ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ എൻ്റെ ആവശ്യം, എൻ്റെ പ്രാർത്ഥന, 8 വർഷക്കാലമായി എൻ്റെ വീട്, എൻ്റെ സ്ഥലം വിൽപ്പന നടത്തി മറ്റൊരു പുതിയ സ്ഥലവും വീടും മേടിക്കുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്, കുടിവെള്ളമില്ല, വേനൽക്കാലത്ത് വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറി താമസിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ അമ്മയോടുള്ള രണ്ടാമത്തെ എൻ്റെ പ്രാർത്ഥന. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. ഇവിടെ നിന്ന് എൻ്റെ അമ്മയുടെ തന്ന തൈലം, ഉപ്പ്, മെഴുകുതിരി, പത്രം, ഇതെല്ലാം ഞാൻ കൊണ്ട് തിരിച്ചു പോയി. പത്രങ്ങളെല്ലാം വിതരണം ചെയ്തു. ഉപ്പ് എൻ്റെ പറമ്പിൽ അവിടെയൊക്കെ ഞാൻ ഇട്ടു. അതുപോലെ തന്നെ തൈലം എല്ലാ ദിവസവും ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാവരോടൊപ്പം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കാലത്തും വൈകിട്ടും എല്ലാം. മൂന്നാമത്തെ ദിവസം, ഇവിടെ വന്ന് പോയതിൻ്റെ മൂന്നാമത്തെ ദിവസം, ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി എറണാകുളത്തൊരു കാറിൻ്റെ ഷോറൂമിൽ പുതിയൊരു വണ്ടിക്ക് വേണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ഹുണ്ടായി കമ്പനിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന് വീണ്ടും എനിക്കൊരു കോൾ വന്നു, എനിക്ക് പുതിയൊരു ജോലിയുണ്ട്, വരാൻ പറ്റുമോ? ഞാൻ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ആദ്യത്തെ അത്ഭുതം അവിടെ സംഭവിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോയി, ഖത്തറിലേക്ക് പോയി. എൻ്റെ അന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളിവിടെ നിന്ന് കൊടുത്തിരുന്ന ഒരു കാര്യവും കറക്റ്റായിട്ട് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. കുർബാന കാണണം, മുടങ്ങാതെ ബൈബിൾ വായിക്കണം, കുമ്പസാരിക്കണം, ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ ജോലി സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും സമയ ബുദ്ധിമുട്ട് കൊണ്ടും പറ്റിയിരുന്നില്ല. ലീവിന് വരുമ്പോഴും എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ വരുവാനോ ഉടമ്പടി പുതുക്കുവാനോ സാധിച്ചിരുന്നില്ല. 4 വർഷത്തിന് ശേഷം, ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുൻപ് എൻ്റെ വീടും പുരയിടവും വിൽപ്പന നടക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുതിയൊരു സ്ഥലം എനിക്ക് മേടിക്കാൻ സാധിച്ചു. ഇവിടെ ഞാനിപ്പോൾ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ മാതാവിൻ്റെ അടുത്തൊരു രണ്ടാമതായിട്ട് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം. ഇനി പറയാൻ പോകുന്ന അത്ഭുതമാണ് നിങ്ങൾക്കെല്ലാവർക്കും മാതാവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, കൂടുതൽ സ്നേഹിക്കുവാൻ തോന്നുന്നൊരു അത്ഭുതം. ഞാൻ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു അമേരിക്കയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് വന്നു. ഞാൻ വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരനാണ്, ഇംഗ്ലീഷിൻ്റെ വാലുമുറി അറിയുള്ളൂ. അപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ വിദ്യാഭ്യാസം മസ്റ്റാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പറയാൻ അറിയണം. എനിക്ക് മലയാളം, ഹിന്ദി അല്ലാതെ ഒന്നും വേറെ ഒന്നും അറിയില്ല, കുറച്ച് അറബിയും. അങ്ങനെ കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതി എനിക്ക് ഖത്തറിലുള്ള US എംബസിയിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ വളരെ പ്രതീക്ഷയോടെ അപ്പോയിൻമെൻറ്റും പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കിട്ടിയില്ല, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. വളരെ ദയനീയമായി ഞാൻ പരാജയപ്പെട്ടു, തിരിച്ചു പോന്നു. വളരെ സങ്കടമായിരുന്നു, കാരണം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എൻ്റെ ഫാമിലിയിലും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്കയ്ക്ക് പോകാമെന്ന്. അപ്പോൾ പോകാൻ പറ്റാത്തതിൻ്റെ വലിയ സങ്കടം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സങ്കടങ്ങളൊക്കെ തീർന്ന് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് ഇറങ്ങി. അവിടെ തന്നെ വീണ്ടും കമ്പനി 1 മാസത്തിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ കമ്പനി പറഞ്ഞു, ഇനി ഖത്തറിലേക്ക് എംബസിയിലേക്ക് നിൻ്റെ ഇത് ആപ്ലിക്കേഷൻ എടുക്കത്തില്ല, നീ അതിന് വില്ലിങ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും കൗൺസിലേറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത് ചെന്നൈയിലാണ്, ഇപ്പോൾ ചെന്നൈയിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്തു. ഈ മാസം 2-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഇൻ്റർവ്യൂവിന്. അതിന് മുൻപ് 25-ാം തീയതി ആയിരുന്നു എൻ്റെ ബയോമെട്രിക്, അത് കഴിഞ്ഞു. 2-ാം തീയതി ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ അവിടെ ചെന്നു. 1-ാം തീയതി ചെന്നു. 1-ാം തീയതി ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിച്ചു. പിറ്റേ ദിവസം കാലത്ത് 10 മണിക്കാണ് ഇൻ്റർവ്യൂ. 10 മണിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഞാൻ നേരത്തെ റെഡിയായി. പേടിയുണ്ട്, അപ്പോൾ കുറച്ച് നേരത്തെ റെഡിയായി. 8 മണിയായപ്പോഴേക്കും ഞാൻ റെഡിയായി ഇരുന്നു. ഞാൻ താമസിക്കുന്നിടത്ത് 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ പറഞ്ഞ കൗൺസിലേറ്റ് എംബസി. ഞാൻ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി ഫയല് എൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നെടുത്തു. ഈ ഹാൻഡ് ബാഗിന് ചരിത്രമുണ്ട്.
ഈ ഹാൻഡ് ബാഗ് ഒരു ചുരുങ്ങിയത് ഒരു 15 വട്ടെങ്കിലും ഖത്തറിൽ പോയി തിരിച്ചു വന്നിട്ടുള്ള ബാഗാണ് ഈ 5 വർഷത്തിനിടയ്ക്ക്. ഞാനല്ല എന്നെ കൊണ്ടുപോയത്, എൻ്റെ സുഹൃത്തുക്കൾ പോകുമ്പോഴൊക്കെ ഈ ഹാൻഡ് ബാഗ് കൊണ്ടുവരും. അപ്പോൾ ഒരു ചരിത്രമാണ് ആ ഹാൻഡ് ബാഗിന്. അങ്ങനെ ഞാൻ ഈ ഹാൻഡ് ബാഗിൽ നിന്ന് എൻ്റെ ഫയലുകളെല്ലാം പുറത്തെടുത്തു. ഞാൻ ഒന്നുകൂടി മറച്ചു നോക്കി, അറിയണ ഭാഷ ഇംഗ്ലീഷിലൊക്കെ വെച്ച് ഞാൻ പഠിച്ചു. വീണ്ടും ഒരു പേനയ്ക്ക് വേണ്ടി എൻ്റെ ഹാൻഡ് ബാഗിൽ കൈയിട്ടപ്പോൾ ഇതേപോലെ ഒരു തൈലം, ഈ തൈലം വന്ന് ഇതിൻ്റെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ, ഈ സ്ലിപ്പ് ഇതിന് പുറത്തുള്ള ഈ സ്റ്റിക്കറില്ല. പച്ച അടപ്പനായിരുന്നു അതിനകത്തൊന്നുമില്ല, എംപ്റ്റി ആയിരുന്നു. 5 വർഷം മുൻപ് 2019 ഞാൻ വരുമ്പോൾ എനിക്ക് കിട്ടിയ തൈലം എൻ്റെ ഹാൻഡ് ബാഗിൽ കിടന്നു. പലവട്ടം ഖത്തറിൽ നിന്ന് ഈ ബാഗ് നാട്ടിൽ വന്ന് പോയെങ്കിലും ഈ തൈലത്തിൻ്റെ എംപ്റ്റി ബോട്ടിൽ അതിലുണ്ടായിരുന്നു. ഞാൻ പേനയ്ക്ക് വേണ്ടി കൈയിട്ടപ്പോൾ ഈ ബോട്ടിൽ എൻ്റെ കയ്യിൽ കിട്ടി. അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ വലിയൊരു സംഭവത്തിനാണ് പോണേ. അപ്പം മാതാവ് എന്നെ നയിക്കുകയാണ് ഇതിൽ കൂടെ. തിരിച്ചു വരവാണ് എൻ്റെ മാതാവിലേക്ക്. ഞാൻ ആ ബോട്ടിലെടുത്തു, അതിൽ നിന്ന് എണ്ണ കിട്ടുമെന്ന് നോക്കി. ഒരു തുള്ളി കിട്ടി. ആ കിട്ടിയ തുള്ളി ഞാൻ നെറ്റത്ത് കുരിശ് വരച്ചു. വീണ്ടും ശ്രമിച്ചു, ഒരു തുള്ളി കൂടിയും കിട്ടി. ഞാൻ ആ തുള്ളി കൊണ്ട് നാക്കമ്മ കുരിശ് വരച്ചു. ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി, ഫയലുകളില്ലാത്ത റൂമിൽ നിന്ന് ഇറങ്ങി, ഈ ബോട്ടിൽ തിരിച്ചവിടെ റൂമിൽ വെച്ചു. അടുത്ത എൻ്റെ ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയുടെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയപ്പോൾ വീണ്ടും എനിക്കൊരു ഉൾവിളി, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട, നിൻ്റെ നാവിലിരിക്കുന്നത് വലിയ ബ്രേക്ക്ഫാസ്റ്റാണ്, നീ പോയിക്കോളൂ, നീ ഇൻ്റർവ്യൂ പാസ്സാവും. ഞാൻ നടന്നു ഒരു 2 കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ട്. എംബസിയിലേക്ക് ചെന്നു, അകത്ത് കയറി. പല സ്ലോട്ടുകളുണ്ട്, ഭാഷ അറിയാത്തവർക്കുള്ള സ്ലോട്ടുകൾ. ഖത്തറിലത് ഉണ്ടായിരുന്നില്ല, എല്ലാം ഇംഗ്ലീഷ് മാത്രമായിരുന്നു. ഇവിടെ മലയാളികൾക്കും തമിഴന്മാർക്കൊക്കെ വേറെ വേറെ വഴിയുണ്ട്. ഞാൻ മലയാളികൾക്കുള്ള വഴികൾക്ക് കയറി നിന്നു, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അവിടെ ചെന്നു, കൗണ്ടറിൽ ചെന്നു. ഒരു ഇംഗ്ലീഷുകാരി, ഒരു മാഡം, നല്ല തടിച്ചിട്ട്, ഞാൻ കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി. ഇനി എന്തൊക്കെയൊക്കെ ചോദിക്കാൻ പോണാവോ? ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ചോദ്യം, നിനക്ക് ഇംഗ്ലീഷ് അറിയോ? ഞാൻ പറഞ്ഞു ലിറ്റിൽ ബിറ്റ്, എനിക്ക് കുറച്ചൊക്കെ അറിയാം. ട്രാൻസ്ലേറ്റർ വേണോ? വേണം. അപ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരുന്നു, മാതാവേ എന്നെ എങ്ങനെയെങ്കിലും ഈ കടത്തി കിട്ടണേ. കാരണം എൻ്റെ ഫ്യൂച്ചറാണ്, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഫ്യൂച്ചറാണ്. അതുകൊണ്ട് എങ്ങനെ ഈ കടന്നു കിട്ടണേ. 1 രൂപ ചിലവില്ലാതെയാണ് ഞാൻ ഈ അമേരിക്കയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. എല്ലാം എൻ്റെ കമ്പനിയെ കൊണ്ടുപോകണേ. അപ്പോൾ അത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ ആ നേരം വരെ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ കൗൺസിലേറ്റർ ചോദ്യങ്ങൾ ചോദിച്ചു, പലതിനും ഞാൻ ഉത്തരം പറഞ്ഞു. പല കാര്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ഒരു ട്രാൻസ്ലേറ്ററിന് തന്നായിരുന്നു. മലയാളം സംസാരിക്കുന്ന ഒരു ചേച്ചി തന്നായിരുന്നു, ആൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ഈ കൗൺസിലറിന് മനസ്സിലായില്ല ഇതെന്താണ് വിസ. എൻ്റെ വിസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, B1 ഇല്ലേ ഓഫ് H1B, അങ്ങനത്തെ ഒരു വിസയാണ്. B1 എന്ന് വിസ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസ. H1 വിസ എന്ന് പറഞ്ഞാൽ ജോബ് വിസ. ഇത് രണ്ടും അല്ലാത്തൊരു വിസയാണ് എൻ്റെ വിസ. B1 ഇല്ലേ ഓഫ് H1B. ഞാൻ പോലും കേട്ടിട്ടില്ല, അവരും കേട്ടിട്ടില്ല, ഈ കൗൺസിലറും കേട്ടിട്ടില്ല. അതാണ് സംഭവം. ഇപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഇതെന്താ വിസ, നീ എന്തുകൊണ്ട് B1ലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ H1 വിസയ്ക്ക് പോകുന്നില്ല, എനിക്ക് അതിന് പോയിക്കൂടെ, നീ ജോലിക്കല്ലേ പോകുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ കമ്പനി എടുത്ത് തന്നെ. അവർക്ക് ആ കൺഫ്യൂഷനായി. അവസാനം കമ്പനിയുടെ ഒരു പ്രൂഫ് ലെറ്റർ എൻ്റെ ഉണ്ടായിരുന്നു. ഒരു കമ്പനി ഒരു USA ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൂഫ് ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലെറ്റർ ഇങ്ങനെ ഷോ ചെയ്തു. അപ്പോൾ കമ്പനിയുടെ ലോയർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ ഷോ ചെയ്യാൻ നിനക്ക് പറ്റൂ, ഈ ലെറ്റർ അകത്തേക്ക് മേടിക്കത്തില്ല, അതവിടെ നിയമമില്ല, നിൻ്റെ പാസ്പോർട്ട് മാത്രമേ അകത്ത് മേടിക്കത്തുള്ളൂ, ഈ ലെറ്റർ മേടിക്കത്തില്ല. പക്ഷേ എൻ്റെ ഭാഗ്യം, മാതാവ് അവിടെയും പ്രവർത്തിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഈ ലെറ്റർ അകത്തേക്ക് മേടിച്ചു, ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ. എന്നിട്ടും ഈ മേഡത്തിന് മനസ്സിലായില്ല ഇതൊരു സംഭവം എന്ന്. മേഡം ഈ ലെറ്ററും ഈ പാസ്പോർട്ടും ഇരുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ പ്രാർത്ഥന മാറി. അത്ര നേരം വരെ എനിക്കറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവിടെ വെച്ച് എൻ്റെ പ്രാർത്ഥന മാറി. ഞാൻ പ്രാർത്ഥിച്ചത് ആ മേഡത്തിന് വേണ്ടിയായിരുന്നു. പിന്നെ മാതാവേ, ഈ മേഡത്തിൽ കൂടെ നീ പ്രവർത്തിക്കണമേ, ഇത് മനസ്സിലാക്കി കൊടുക്കണമേ, ഇതിൻ്റെ സംഭവം എന്ന്. ഈ വിസ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം, എനിക്ക് എങ്ങനെയും കടന്നുകൂടി പോകണം. അത്ഭുതമെന്ന് പറയട്ടെ, 5 മിനിറ്റ് ശേഷം തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, യുവർ വിസ ഈസ് ഇഷ്യൂഡ്. എനിക്ക് ചാടണം തോന്നി, അവിടെ നിന്നിട്ട് തുള്ളി ചാടണം തോന്നി. കാരണം 5 വർഷത്തിന് ശേഷവും എന്നെ മാതാവ് 2 കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് കരയാൻ തോന്നുന്നുണ്ട്. എന്നെ മറന്നിട്ടില്ല. ഞാൻ വിട്ടുപോയ എൻ്റെ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർമ്മിപ്പിച്ച്, നീ വീണ്ടും എന്നിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വരുത്താൻ വേണ്ടി മാത്രമായി ഈ കുപ്പി എൻ്റെ കയ്യിൽ 5 വർഷമായി
എൻ്റെ ബാഗിൽ കിടന്നു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മാതാവിൽ നിന്ന് ഈശോയിൽ നിന്ന് വിട്ടുപോകില്ല. ഇതെൻ്റെ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ നിന്ന് ഞാൻ സത്യം ചെയ്യുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകം 24:13 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ഇന്ന് ഇവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. പറഞ്ഞ് നാം കേട്ട ഈ സാക്ഷ്യം വിശുദ്ധ ഗ്രന്ഥ ഭാഗവുമായിട്ട് നാം നോക്കുമ്പോൾ തൻ്റെ മെറിറ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. അതെങ്ങനെയാണ് ഇവിടെ പ്രതിഫലിച്ച് കാണുക? തനിക്കൊന്നുമില്ല, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഈ മകൻ ഇവിടെ വ്യക്തമാക്കി. തനിക്ക് ലാംഗ്വേജ് ഇല്ല, എന്നാൽ തൻ്റെ യോഗ്യതയോ ലാംഗ്വേജോ അല്ല, ഈശോയുടെ കൃപ, ആ കൃപയിലൊന്നു മാത്രം. അതുകൊണ്ടാണ് കൃപ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. നമ്മുടെ അയോഗ്യതയിലാണ് ദൈവത്തിൻ്റെ കൃപ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ 5 വർഷത്തിന് മുൻപ് ഉടമ്പടി എടുത്തതാണ്, പിന്നീട് ഒന്നും ചെയ്തില്ല, അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നു. എന്നാൽ ദൈവം മറന്നില്ല, അമ്മ മറന്നില്ല. അമ്മയ്ക്കറിയാം ഈ മകൻ തിരിച്ചു വരുമെന്ന്. ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ അമ്മ ഈ മകനൊരു ചാൻസ് കൊടുത്തു. തൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയായിരുന്നു എല്ലാം നാം വ്യക്തമായിട്ട് കേട്ടതാണ്. ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നു, പിന്നീട് ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടിയിട്ട് മാത്രം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മകൻ ഇവിടെ നിന്ന് പോവുകയാണ്. താൻ പോകുന്നത് എന്നത്തേക്കാണ് പോകുന്നത്? ഞാനത് പറയാനുമായിട്ട് പോയി. വരുന്ന ശനിയാഴ്ച 27-ാം തീയതി വൈകിട്ട് 10:15 ആണ് എനിക്ക് ഫ്ലൈറ്റ്. ഞാനിവിടുന്ന് അബുദാബിയിൽ നിന്ന് കാലിഫോർണിയയിൽ നിന്ന് ലോക്കൽ ഒരു ഇതായിരുന്നു, മറന്നുപോയി. പോകുന്നു, ശനിയാഴ്ചയാണ് പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുക? നമുക്കൊന്നും വേണ്ട, നാം വെറും 0 ആയിരുന്നാൽ മാത്രം മതി. ആ 0 ആണെന്ന് നാം അംഗീകരിക്കണം. അവിടെയാണ് ദൈവം നമ്മെ എടുത്തുയർത്തുക. നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്, ഒത്തിരിയേറെ തളർന്നവരാണ് നാം. അങ്ങനെയുള്ളവരാണ് കൃപാസനത്തിലേക്ക് വരിക. അമ്മ പ്രത്യക്ഷപ്പെട്ട ഭൂമിയാണിത്. ഇവിടെ നടക്കാത്ത സംഭവങ്ങളില്ല, അത് നമുക്ക് മറക്കാതിരിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.